ഉമേഷ്, ഈ പുതിയ ഏതെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ? ദുരന്ത നിവാരണ അതോറിറ്റി എങ്ങനെയാണ് സ്ഥിതിഗതികളെ വിലയിരുത്തുന്നത്? എന്തൊക്കെ വിവരങ്ങളാണ് നൽകുന്നത് ഉമേഷ്? ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇപ്പോഴും ഈ അപകടം കേരള തീരത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ള വിവരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടില്ല. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പക്ഷേ കേരള തീരത്തേക്ക് നേരത്തെ വന്നതുപോലെ കണ്ടെയ്നറുകൾ വരുമെന്നോ അല്ലെങ്കിൽ എണ്ണപ്പാടം അതിലുള്ള ടോക്സിക് എലമെന്റുകൾ തുടങ്ങിയോ വരുമോ എന്നുള്ള വിവരങ്ങളൊന്നും ദുരന്ത നിവാരണ അതോറിറ്റിക്കോ സർക്കാരിനോ ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. സാധാരണ നേവി ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ, അതായത് കാറ്റിൻ്റെ ദിശ, ഒപ്പം ഒഴുക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിഗണിച്ചായിരിക്കും ഒരുപക്ഷെ ഏത് തീരത്തേക്ക് ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് പോയ കണ്ടെയ്നറുകൾ എത്തും എന്നുള്ള സാഹചര്യമെല്ലാം വിലയിരുത്തുക. അത്തരമൊരു വിലയിരുത്തലിന് ശേഷമായിരിക്കും നേവി അത്തരമൊരു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകുക. അത്തരം നിർദ്ദേശങ്ങൾ നൽകിയാൽ നമ്മൾ നേരത്തെ കണ്ടതാണ് MSC എൽസ വന്ന നമ്മൾ ഏതെല്ലാം രീതിയിലുള്ള ക്രമീകരണങ്ങൾ എടുത്തത് അതേ രീതിയിലുള്ള പ്രോട്ടോകോൾ തന്നെയായിരിക്കും തുടക്കത്തിൽ എടുക്കാൻ സാധ്യത. നിലവിൽ 157 കണ്ടെയ്നറുകളിലാണ് ഒരുപക്ഷെ അപകടകരമായ വസ്തുക്കൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ റിപ്പോർട്ടുള്ളത്. അത് ക്ലാസ് 3യിൽ പെടുന്ന തീ കത്തുന്ന ലിക്വിഡുകൾ, ക്ലാസ് 4.1ൽ പെടുന്ന തീ കത്തുന്ന സോളിഡ് എലമെന്റുകൾ, ഒപ്പം ക്ലാസ് 4.2ൽ പെടുന്ന സ്വയം കത്തുന്ന വസ്തുക്കൾ, ഒപ്പം ക്ലാസ് 6ൽ പെടുന്ന ടോക്സിക് വസ്തുക്കൾ, അതായത് വിഷകരമായ രാസവസ്തുക്കൾ. ഇവയാണ് പ്രധാനമായും നമ്മൾ ഭയക്കേണ്ടത്. ഈ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി അറിയണം. അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും തീരമേഖലയെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലോ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലോ എത്താൻ സാധ്യതയുള്ളത്. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.